പോലീസ് ഡെപ്യൂട്ടി സൂപ്രണ്ടിൻ്റെ കാര്യാലയം ക്രൈംബ്രാഞ്ച് സെൻട്രൽ യൂണിറ്റ് പേട്ട തിരുവനന്തപുരം. ഈ കൊടുക്കുന്ന റിപ്പോർട്ട് 11/5/2023 ഈ റിപ്പോർട്ടിൽ പറയുന്നത് ഈ കേസ് എങ്ങനെയാണ് ആദ്യഘട്ടത്തിൽ അട്ടിമറിച്ചതെന്നും ആരാണ് അതിന് നേതൃത്വം നൽകിയതെന്നും ഏത് വിധേനയാണ് ആദ്യത്തെ യഥാർത്ഥ പ്രതികളെ രക്ഷപ്പെടുത്താൻ വേണ്ടി ഈ പോലീസ് ഉദ്യോഗസ്ഥർ ശ്രമിച്ചതെന്നും അവർക്കെതിരെ നിയമ നടപടികൾ സ്വീകരിക്കണമെന്ന് പറഞ്ഞ് ഈ കേസ് അന്വേഷിച്ച് ഈ പ്രതികളെ കണ്ടെത്തിയ ഡെപ്യൂട്ടി പോലീസ് സൂപ്രണ്ട് ക്രൈംബ്രാഞ്ച് സെൻട്രൽ യൂണിറ്റ് 1 പേട്ട 10/5/2023 അദ്ദേഹത്തിൻ്റെ കയ്യൊപ്പോടുകൂടി അദ്ദേഹം നൽകിയ റിപ്പോർട്ടാണ്. ഈ റിപ്പോർട്ടാണ് ADGP അജിത് കുമാറിൻ്റെ നേതൃത്വത്തിലുള്ള ഈ പറയുന്ന ക്രിമിനൽ സംഘം പൂഴ്ത്തിയത്. ഇപ്പോഴും ഗവൺമെൻറ് ഇത് കണ്ടിട്ടില്ല, ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ ശ്രദ്ധയിൽ എത്തിയിട്ടില്ല. ഇതൊക്കെ ഞാൻ പറയുന്നത് ആ മുഖ്യമന്ത്രിയുടെ ഇപ്പുറത്ത് നിർമ്മിച്ചിട്ടുള്ള ബാരിക്കേഡിൽ തട്ടി നേരെ താഴേക്ക് പോവുകയാണ്. ഇതിൽ മേൽ സൂചന കേസിൻ്റെ പ്രേക്ഷിതൻ ഡെപ്യൂട്ടി പോലീസ് സൂപ്രണ്ട്, സ്വീകർത്താവ് പോലീസ് സൂപ്രണ്ട് ക്രൈംബ്രാഞ്ച് സെൻട്രൽ യൂണിറ്റ് പേട്ട. ചുരുക്കി വായിക്കാം. വിഷയം CB ക്രൈം 479/CBCU ട്രിവാൻഡ്രം 2019 പൂജപ്പുര പോലീസ് സ്റ്റേഷൻ ക്രൈം നമ്പർ 1879. സൂചന PHQ ഓർഡർ നമ്പർ D13949 സോൻസോ ഡേറ്റഡ് 26/9/2019. 2019 ഈ കേസ് രജിസ്റ്റർ ചെയ്യപ്പെടുന്നത്. മേൽ സൂചന പ്രകാരം 3/10 മുതൽ കേസിന്റെ അന്വേഷണം T യൂണിറ്റിൽ നടന്നു വരുന്നു. കേസിന്റെ ചുരുക്കം: ആവലാതിക്കാരൻ എന്ന് പറയുന്നത് സന്ദീപാനന്ദഗിരി. ആവലാതിക്കാരൻ ശബരിമല സ്ത്രീ പ്രവേശനവുമായി ബന്ധപ്പെട്ട് ബഹുമാനപ്പെട്ട സുപ്രീം കോടതി വിധിക്ക് അനുകൂല നിലപാട് സ്വീകരിച്ച പത്രദൃശ്യ മാധ്യമങ്ങളിലും പൊതുവേദികളിലും പങ്കെടുത്ത് അഭിപ്രായം പറഞ്ഞതിൽ വച്ചുള്ള വിരോധത്താൽ BJP RSS സംഘപരിവാർ പ്രസ്ഥാനങ്ങളിൽപ്പെട്ട പ്രതികൾക്ക് ആവലാതിക്കാരൻ്റെ ആശ്രമത്തിന് അതിക്രമിച്ച് കയറി വാഹനങ്ങൾക്കും ആശ്രമത്തിനും തീ കത്തിച്ച് നാശനഷ്ടം വരുത്തണമെന്നും ആവലാതിക്കാരന് മരണഭയം ഉളവാക്കണമെന്നുള്ള ഉദ്ദേശത്തോടും കരുതലോടും കൂടി ഗൂഢാലോചന നടത്തി പ്രതികൾ 27/10/2018 തീയതിയിൽ വെളുപ്പിന് 2:30 മണിയോടെയാണ് തിരുവല്ലയിലെ ഈ ഗ്രാമത്തിൽ വന്ന് ഇത് കത്തിച്ചു പോകുന്നത്. ഇതിൽ പോർട്ടിക്കോയിൽ നിർത്തിയിരുന്ന കാറുകൾ, ബൈക്കുകൾ എല്ലാം കത്തി നശിപ്പിച്ചു. അതിന് പുറമെ ആശ്രമത്തിൻ്റെ മുൻവശവും മുകൾ നിലയിലുള്ള ഗീതാ ക്ഷേത്രത്തിലുള്ള അമൂല്യമായ ഉപകരണങ്ങൾ കേടുപാടുകൾ സംഭവിച്ചും. ഇനിയാണ് ഇതിൻ്റെ ക്രക്സ് വരുന്നത്. ആശ്രമത്തിൻ്റെ മുൻവശത്തുള്ള സോപാനത്തിൽ PK ഷിബുവിന് ആദരാഞ്ജലികൾ, ഇത് സൂചന മാത്രം എന്ന് എഴുതിയ റീത്ത് വെച്ച് ആവലാതിക്കാരന് മരണഭയം ഉളവാക്കിയും വാഹനങ്ങൾക്കും ആശ്രമത്തിന് നാശമുണ്ടാക്കി 1 കോടിയുടെ നഷ്ടമുണ്ടാക്കി. ഇതിൽ പ്രധാനം ഈ കേസിൻ്റെ തുമ്പ് നശിപ്പിക്കാൻ വേണ്ടി ചെയ്തത് ഈ PK ബിജുവിൻ്റെ ഈ എഴുത്ത് ഇവർ മാറ്റിയതാണ്. മേൽ കേസിൻ്റെ ആദ്യ ദിവസം 27/10/2017 അന്വേഷണം തിരുവനന്തപുരം സിറ്റി പോലീസ് കമ്മീഷണറുടെ സോൻസോ ഡേറ്റിൽ ഉത്തരവ് പ്രകാരം കണ്ടോൺമെൻറ്റ് അസിസ്റ്റന്റ് കമ്മീഷണർ ശ്രീ VS ധീരരാജാണ് നടത്തി വന്നിട്ടുള്ളത്. അങ്ങനെ വന്ന് പിന്നെ പോലീസ് ഉദ്യോഗസ്ഥരുടെ നെയിം. അത് കഴിഞ്ഞിട്ട് മേൽ കേസിൻ്റെ അന്വേഷണത്തിൽ പ്രതികളെ പറ്റി സൂചനകളൊന്നും തന്നെ 3/1/2020 ലഭിച്ചിരുന്നില്ല. 3/1/2022 കണ്ടമൺകടവിലെ RSS പ്രവർത്തകനായ പ്രകാശ് ആത്മഹത്യ ചെയ്യുകയും സംഗതിക്ക് വിളപ്പിൽശാല പോലീസ് ക്രൈം സോൻസോ നമ്പർ കേസെടുക്കുകയും ചെയ്തു. അത് അന്വേഷണം നടത്തി വരെ പ്രകാശിൻ്റെ മരണം മറ്റു ചില RSS പ്രവർത്തകരുടെ മർദ്ദനത്തെ തുടർന്നാണെന്ന് ആരോപിച്ച് പ്രകാശിൻ്റെ ജ്യേഷ്ഠൻ പ്രശാന്തൻ വിളപ്പിൽശാല പോലീസിൽ പരാതി കൊടുക്കുകയും കൊടുത്ത പരാതി അവഗണിക്കുകയാണ്. RSS പ്രവർത്തകരാണ് ഈ മരിച്ച ആത്മഹത്യ ചെയ്ത ഈ പ്രതിയും ഈ കൂട്ടത്തിലുണ്ടായിരുന്ന ഈ കൃത്യത്തിന് ഒപ്പമുണ്ടായിരുന്ന പ്രതികളും. അതിൽപ്പെട്ടവർ ഇദ്ദേഹത്തെ മർദ്ദിച്ചു. കാരണം ഇദ്ദേഹം പുറത്തു പറയും എന്ന് എനിക്ക് നിവൃത്തിയില്ല, ഞാനിത് പുറത്തു പറയുമെന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹത്തെ ക്രൂരമായി മർദ്ദിക്കുന്നത്. അങ്ങനെ ആ കാര്യങ്ങൾ സൂചിപ്പിച്ച് പോലീസ് സ്റ്റേഷനിൽ കേസ് കൊടുക്കുകയും പരാതി അവഗണിച്ചുകൊണ്ട് കേസ് അസ്വാഭാവിക മരണമായി എഴുതി തള്ളുകയും ചെയ്തു. അപ്പോൾ ജ്യേഷ്ഠൻ പോയിട്ട് പോലീസ് സ്റ്റേഷനിൽ കേസ് കൊടുക്കുകയാണ്. എൻ്റെ മകൻ ഇങ്ങനെ ആ ആശ്രമം എത്തിച്ച കേസിൽ പ്രതിയായിരുന്നു, അത് ഞാൻ പുറത്തു പറയും. അതുകൊണ്ട്
പറയുമെന്ന് പറഞ്ഞതുകൊണ്ട് അവനെ ഇവരെ ആക്രമിച്ചിരിക്കുകയാണ്. അപ്പം അതിൻ്റെ പിന്നിൽ ഈ ആശ്രമവുമായി ബന്ധപ്പെട്ട് കത്തിച്ചവരാണ്. എൻ്റെ അനിയന് കത്തിച്ചു എന്ന്, അതുകൊണ്ടാണ് അനിയൻ ഭയപ്പെട്ട് ആത്മഹത്യ ചെയ്താന്ന് പറഞ്ഞപ്പോൾ അതല്ല, ഇത് അസ്വാഭാവിക, ജ്യേഷ്ഠൻ തന്നെ പറയാം അസ്വാഭാവിക മരണമായിട്ട് പിന്നെന്ത് ചെയ്യാണ് ഈ ആത്മഹത്യ? പോലീസ് എഴുതി തള്ളുകയാണ്. വിളിച്ചു വരുത്തി തന്റെ അനുജന്റെ മരണത്തിൽ ഉത്തരവാദികൾ കണ്ടമൺകടവിലെ RSS പ്രവർത്തകരാണെന്നും തന്റെ അനുജനും RSS പ്രവർത്തകരും ചേർന്നാണ് 2018 ആശ്രമം കത്തിച്ചതെന്ന് മരണത്തിന് മുമ്പ് തന്റെ അനുജൻ തന്നോട് പറഞ്ഞിട്ടുണ്ടെന്ന് വെളിപ്പെടുത്തുകയും തുടർന്ന് വിളിപ്പിൽശാല സ്റ്റേഷനിൽ സോയൻസോ ക്രൈമായി അന്വേഷിക്കാൻ ബഹുമാനപ്പെട്ട സംസ്ഥാന പോലീസ് മേധാവി, അത് DGP ആണ് പിന്നെ രണ്ടാമതിന് ഉത്തരവിടുന്നത്. ഈ കേസ് അന്വേഷിച്ച് വരവേ ഈ പറയുന്ന പോലീസ് ഉദ്യോഗസ്ഥരുടെ പേര് പറയുന്നു. ആശ്രമം കത്തിച്ച കേസുമായി ബന്ധമുണ്ടെന്ന് കണ്ട് ടിയാനെ ആ കേസിൽ ഉൾപ്പെടുത്തുകയും തുടർന്ന് അന്വേഷണത്തിൽ പ്രശാന്തിന്റെ വെളിപ്പെടുത്തൽ ഭാഗികമായി ശരിയായിരുന്നുവെന്നും കൃഷ്ണകുമാറും പ്രകാശും ശബരിയും ചേർന്നാണ് ആശ്രമം കത്തിച്ചതെന്നും കൗൺസിലറായ BJPയുടെ കൗൺസിലറാണ് ഗിരികുമാറാണ് ആയതിലേക്ക് പ്രേരണ നൽകിയത് എന്ന് കണ്ടെത്തി കൃഷ്ണകുമാറിനെയും ശബരിയെയും ശ്രീ ഗിരികുമാറിനെയും അറസ്റ്റ് ചെയ്യുകയും ചെയ്തു. അത് ഈ ഉദ്യോഗസ്ഥൻ ചെയ്യാണ് രണ്ടാമത് അന്വേഷിച്ച്. എന്നിട്ട് ഇനി പറയുന്നതാണ് ക്രൈം 479 ഞാൻ പറഞ്ഞ ആദ്യത്തെ കേസിൽ എൻ്റെ അന്വേഷണത്തിൽ താഴെ പറയുന്ന ഗുരുതര വീഴ്ചകൾ ആദ്യ അന്വേഷണ ഉദ്യോഗസ്ഥനായിരുന്ന കണ്ടോൺമെന്റ് അസിസ്റ്റന്റ് കമ്മീഷണർ ശ്രീ VS ദിനരാജന്റെയും അദ്ദേഹത്തെ സഹായിക്കാൻ നിയോഗിച്ച ഷാഡോ ടീമിന്റെയും ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ട്. ഈ കേസ് അന്വേഷിച്ച ക്രൈംബ്രാഞ്ച് DYSP പോലീസിന് കൊടുത്ത സീക്രട്ട് റിപ്പോർട്ടാ ഉണ്ടായിട്ടുണ്ട്.